സമയത്തരായി? 7 മണിയായി കാണും. 7 മണിയാ? ഇത് വലിയ ശല്യമല്ലോ. മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. എടാ മണി 7 ആയി. 7:30 മറ്റേ പാർട്ടി കാണണ്ടേ? അയ്യോ 7 മണിയായോ? പിന്നെ അല്ലാതെ. നീ ചായ കുടിക്കും, എളുപ്പം റെഡിയാവും. സമയം വേറെ പണിയാണ്. പാർട്ടിയെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. ബസ് വരാറായി. ഇനി വരാതിരിക്കോ? ഏയ്, ദിവസം ഈ സമയത്ത് ഇവിടെ എത്തുന്നല്ലേ, എന്തായാലും വരും. പാർട്ടി ഇത് തന്നെയാണോ? നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ചാന്ന് അറിയണ്ട. സോറി. ടിക്കറ്റ്സ്. ഒരു വെള്ളയമ്പലം. വെള്ളയമ്പലം. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. പേഴ്സോ? നിങ്ങൾ എടുക്കാൻ പറഞ്ഞായിരിക്കും. കേറിയപ്പോ ഉണ്ടായിരുന്നു. വണ്ടി എടുത്തു. എന്താ അവിടെ? എന്താ? എന്റെ പേഴ്സ് കാണുന്നില്ല. ഇതിപ്പോ ഒരു പുതിയ അടവാ. പാന്റും ടൈയൊക്കെ കെട്ടിയിടുന്ന ആരും സംശയിക്കുന്നില്ലല്ലോ. കാശില്ലെങ്കിൽ അത് പറഞ്ഞോ. പോക്കർത്തരം പറഞ്ഞാണല്ലോ. പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും? അടിച്ച് ചപ്പക്കുറ്റിയാ നടക്കും. എന്നാ ഒന്ന് കാണുമല്ലോ. അടിക്കടാ അടിച്ചു നോക്കടാ. സാറേ, എനിക്ക് ഇയാളെ ഡൗട്ട് ഉണ്ട്. അനാവശ്യമായ കാര്യങ്ങൾ ഇയാൾ ഇടപെടുന്നതിന്. ഇതെന്താ വാതി പ്രതിയായോ? തപ്പിക്കോ. എന്നെ മുഴുവൻ തപ്പിക്കോ. പക്ഷെ എന്നെ മാത്രം തപ്പിയാ പറയും. ബസ്സിലുള്ള ബാക്കി എല്ലാവരും തപ്പണം. തപ്പിട്ട് കിട്ടില്ല വേണ്ട. വണ്ടി നേരെ പോലീസ് സ്റ്റേഷൻ പോട്ടെ. വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ. വേണ്ട സാർ, നമുക്ക് ഇവിടെ വെച്ച് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതെ, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓരോരുത്തരായിട്ട് വന്നാട്ടെ. ദയവ് ചെയ്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്കണേ. ആദ്യം എന്നെ കൂടെ നഗരിക്കും. ഇതല്ല. അയ്യേ, ഇതല്ല. അല്ലല്ല, തപ്പിയവരും തപ്പാത്തവരും തമ്മിൽ മിക്സ് ആവല്ലേ. ഇതല്ല. അയ്യോ, സോറി. പോക്കറ്റ് എവിടാ? എന്റെ പേഴ്സ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫോട്ടോ. ഞാൻ എടുത്തൊന്നും അല്ല. പിന്നെ ഈ പേഴ്സിന് കൈയും കാലും ഉണ്ടോ? എന്റെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങി നിന്റെ പോക്കറ്റിൽ ഒന്ന് കയറാൻ. ഭാഗ്യത്തിന് രൂപയൊന്നും പോയില്ല. ഈടായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇതൊരു പതിവാ. കഴിഞ്ഞവിടെ പാളയത്തിന് പോക്കറ്റ് അടിച്ചു ഇവൻ തന്നെ ആയിരിക്കും. അനാവശ്യം പറയുന്നത്. പോക്കറ്റ് അടിച്ച മുറി ന്യായം പറയുന്നത്. ഞാൻ പറയുന്നത് മനഃപൂർവ്വം. പേഴ്സും പണവും നമ്മുടെ കണക്കൊക്കെ സെറ്റിൽ ചെയ്തേ. വേറെ അപ്പോയിന്റ്മെന്റ് ഉള്ളതാ. 500 500 ഒലിവിയോ? ഇത് എവിടത്തെ ഏർപ്പാടാ? വേലി കെട്ടാൻ പോയതിനെക്കാട്ടി കിട്ടുമല്ലോ. ഒരു 1000 മണീസ് എങ്കിലും കിട്ടും. 1000 മണീസോ? എടോ, തനിക്കറിയോ? ഇതിനു വേണ്ടി ഞങ്ങളൊരു ടൈം മേടിച്ചു. ഇവന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു. ഇതിനൊക്കെ അങ്ങനെ എണ്ണി കൊടുക്കണം. 500 രൂപയൊക്കെ മതി. അതിനുള്ള പണിയല്ലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളല്ലല്ലോ അവനെ തല്ലിയത്. ഞങ്ങൾ തല്ലിയില്ലെങ്കിൽ എന്താ? നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്തില്ലേ? അത് ഞങ്ങളുടെ ബുദ്ധിയാ. ചെലമ്പാതെ കാശെടുക്കണം സാറേ, സമയം പോകുന്നു. 250 കൂടിയുണ്ട്. ഇതൊരുമാതിരി മാർക്കറ്റിലെ മരക്കാമാരെ സ്വഭാവമായി പോയി. എന്തിന്റെ കുറവാ? മാരുതി വാൻ, തന്തമാരുണ്ടാക്കിയിട്ടിരിക്കുന്ന കാശ്. പോ വണ്ടി എടുക്കടാ.
ബസ്സിൽ വെച്ച് തന്റെ പേഴ്സ് പൊക്കിയതിന് നാട്ടുകാർ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. വല്ല ഹോസ്പിറ്റലോ മറ്റോ കൊണ്ടുപോയി സ്കാൻ ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. അടിയുടെ ക്ഷതം മുഴുവൻ അകത്താടേ, ഒരു നടക്കി വീരുന്ന കേസല്ല. വേണ്ട അബി, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും പിന്നെയും കയറി ഇറങ്ങി നടക്കുക. എന്തോ കേട്ടില്ല. വിനോദ് ചേട്ടനെ കുറ്റം പറയാമോള്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ടുപേരും കൂടി കോളേജിന്റെ പേര് കീർത്തിയാക്കരുത്. നാറ്റിക്കല്ലേ? വാടാ. ഒരു ലാർജ് ഡൊണേഷൻ. ഒന്നുകൂടി താ ചേട്ടാ എത്രേ? 62 രൂപയായി. ഒരു പെഗും കൂടി വേണം. താങ്ങുവോ? വേണ്ടല്ലേ? ശരി, ദാ ഒരു പൈന്റ് റമ്മും കൂടി. കാറ്റ് കൊണ്ടപ്പോ മൂത്തളിയാ. ഇറങ്ങിട്ടെ. അതെ, ഈ ഉപകാരം ഞങ്ങൾ ജീവിതത്തിൽ മറക്കൂല. ഇങ്ങോട്ട് കാശ് എടുക്കണം. കാശോ? അപ്പൊ സ്നേഹത്തിന്റെ പുറത്തല്ലേ ഞങ്ങളെ കൊണ്ടുവന്നത്? എന്തോ 5 രൂപയോ വല്ലതും കൂടെ അഡ്ജസ്റ്റ് ചെയ്താ സാറേ. തിരിച്ച് കല്ലടിച്ച് പോണ്ടേ? കല്ലിടിച്ചു വേണ്ട, ഞങ്ങൾ ഇവിടെ വരാം. പക്ഷെ ഞങ്ങളെ തിരിച്ചിവിടെ കൊണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾക്കറിയാം. പോടെ പോടെ പോടോ. എവിടുന്ന് കെട്ടിയെടുത്ത് പണ്ടായിരുന്നു രാത്രി ശല്യം എടുക്കാനായിട്ട്. இந்த மாளிகை ரத்ன மாளிகை കുടിപ്പതുക്കൊരു മനമിരുന്നാൽ കുഴി. ഇത് നെത്തോലിയുള്ളേ ഉള്ളു, പെരിച്ചാഴിയുടെ. ആർക്കറിയാം? വാ വാ വാ. ഇവിടെ വൊമിറ്റ് ചെയ്യുന്ന റൂം ഏതാണ്? അളിയാ സേതു, നമ്മൾ എത്ര വേണേലും വെള്ളം അടിക്കാം, പക്ഷെ സ്റ്റഡി ആയിരിക്കണം. മതിയുടെ ഒരു ഡൗട്ട് അടിക്കരുത് നമ്മൾ വെള്ളം അടിച്ചു. അത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. നിന്റെ തന്നെ എടാ അളിയ, ഇതേലൊരു അഡീഷണൽ പൂട്ട് ഫിറ്റ് ആയതുകൊണ്ട് നിനക്ക് തോന്നതാ. നേരെ നോക്ക്, ശരിക്കും നോക്കടാ. അല്ലളിയാ, 2 എണ്ണം ഉണ്ട്. നീ വേണേ നോക്ക്. 2 പൂട്ടോ? ഇനി നമ്മൾ വാട കൊടുക്കാതെ തന്നെ ചാക്കുണ്ണി അങ്ങനെ പിടിച്ച് പൂട്ടി തരികൂടെ? എന്തോ ചാക്കുണ്ണി ആയാലും കൊള്ളാം, ചീങ്കണ്ണി ആയാലും കൊള്ളാം. പകൽ 5 ഓളം കഷ്ടപ്പെട്ട് മനുഷ്യന് തലയയക്കാമെന്ന് കരുതി രാത്രി വരുമ്പോ മുറി പൂട്ടിയിടുക, അടിച്ചു പൊളിക്കടാ. അയ്യോ, പൂട്ട് തല്ലി പൊളിക്കാനേ നിന്റെയൊക്കെ തന്തമാരുണ്ടാക്കി വെച്ചിരിക്കണാണ് വകന്റെ ഈ ലോഡ്ജ്. എത്ര ദിവസമാണ് പറയണ വാടക തീർത്ത് എന്നിട്ട് താമസിച്ചാ മതി എന്ന്? ചാക്കുണ്ണിയേട്ടാ, ഞങ്ങൾക്ക് ഒരിടത്ത് കുറച്ച് പൈസ കിട്ടാനുള്ള കിട്ടിയില്ല, ഞങ്ങൾ എന്തോ കിട്ടൂല. എങ്ങനെ കിട്ടാനാണ്? അതിനാരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിട്ട് വേണ്ടേ? എനിക്കിത് വാങ്ങിച്ച് ബാങ്കിലിടാനൊന്നുമല്ല, കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ വാടക കൊടുക്കാനാണ്. അല്ലെങ്കിലേ അയാളെ എന്നെ ഇറക്കി വിടും. അതിലും ഭേദം നിങ്ങൾ ഇറങ്ങണാണ്. ചാക്കുണ്ണിയേട്ടാ സമാധാനായിട്ടിരിക്കെ. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടക തന്നിരിക്കും അല്ലേ? 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 അതെ അതെ. വാടകയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ആരോട് ചോദിച്ചിട്ടാണ് ഈ പാന്റും ഷർട്ടും ടൈയും ഒക്കെ എടുത്തിട്ടത്? അത് പിന്നെ ചാക്കുണ്ണിയേട്ടാ, ഞങ്ങൾ ചാക്കുണ്ണിയേട്ട ഇടാറില്ലേ ഇപ്പൊ ഇട്ടിരിക്കുന്ന കോട്ടോ? അത് വേ ഇത് റേ. ഞാൻ ഇടണതെങ്കിലേ ഞാൻ തന്നെയാണ് തിരുമ്പണം. നീയും ഇട്ടോ, പക്ഷെ നാളെ എന്റെ കൂടെ തുണി തിരുമ്പാൻ വരണം. അയ്യോ, എന്നയ്യാ ഇത് ഗലാട്ട. തൂങ്ക വേണ്ടാമാ. ചാക്കുണ്ണിയേട്ടാ, അടുത്ത മുറിന്നൊക്കെ ആള് നോക്കുന്നു. നമ്മള് കള്ളുപിടിച്ചിട്ട് വഴക്കാന്ന് വിചാരിക്കും. പിന്നെ നമ്മള് സ്നേഹിക്കണാണ്. അവനും ഇത് തന്നെയാണ് കേസ് കെട്ട്. വാടക തരാനുണ്ട്. വാടക പറഞ്ഞേ. അവൻ 3 മാസമാണെങ്കിൽ നീ 4 മാസമാണ് കേട്ടാ. ഞാൻ ഇങ്ങോട്ട് വരണുണ്ട്. അപ്പളേ വേഗം സ്ഥലം കാലിയാക്ക്. അയ്യോ, ഈ അസമയത്ത് ഞങ്ങൾ എവിടെ പോകാനാ? അയ്യോ, ഇപ്പൊ പെറ്റി വീണ ഒന്നും അറിയാത്ത മാലാഹ കുഞ്ഞുങ്ങളാണല്ല. സർക്കാർ ഇവിടെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനും ഒക്കെ പണിതിട്ടിരിക്കണതേ നിനക്കൊക്കെ വേണ്ടിയാണ്. എടാ, ഞാൻ നിന്നോട് അപ്പളേ പറഞ്ഞില്ലേ ചാക്കുണ്ണിയുടെ പൈസ കൊടുക്കാൻ. എന്നിട്ട് നീ അത് മുഴുവൻ കള്ളു കൊടുത്ത് തീർന്നില്ലടാ. കുറ്റം മുഴുവൻ എന്റെ ഭർത്താവല്ലേ? നീ ഇപ്പൊ അങ്ങനെ സൂചിക്കണം. നിനക്ക് തരാനുള്ള 100 രൂപ. ഇനി നമ്മൾ തമ്മിൽ ഒരു കച്ചവടമില്ല. ഇനി നമ്മൾ തമ്മിൽ ഇത് കയ്യിൽ വെച്ചോണ്ടാണ് ഈ ചവിട്ട് നാടകം കളിച്ചത്. 100 ഇപ്പൊ ചാക്കുണ്ണിയേട്ടന് സമാധാനമായ. ഇനി മുറി തറ. എന്നാ ഇനി ചാക്കുണ്ണിയേട്ടൻ നമുക്ക് 2 സ്മാൾ അടിച്ച് പിരിയാം. ഏത് സ്മാളാ?
ചാകുണ്ണേനെ തരാൻ വേണ്ടി ഇവനൊരു പൈന്റ് റം അടിച്ചു വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് കൊടറേ. റമ്മ ഏ. ചുമ്മാ അത് നിന്നെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരു കാമഡി പറഞ്ഞല്ലേ. അപ്പൊ നീ ഇവിടെ വെച്ചിരിക്കണതാ. കൊഴമ്പാ നീ ആ സർക്കൊന്ന് പൊക്കിയാടോ. അല്ല, അതൊന്ന് നോക്കട്ടെ. ഇത് കുഴമ്പ് തന്നെയാണ്. ചാക്കുണ്ണിയേട്ടാ ഓ, ഞങ്ങളുടെ മുറിയുടെ താക്കോല് അത് നിങ്ങളുടെ വാതിലിന്റെ വേളിൽ തന്നെ ഉണ്ട്. സമാധാനമായല്ല. എന്റെ 2 ദിവസത്തെ കാര്യം കുശാലായി. ഇവറ്റകള് വാടക തന്നില്ല, ഇതുപോലെ 2 ദിവസവും കിട്ടിയാ മതിയാണ്. എന്റെ ഈശോയെ, ഇത് ആരാണ് മുതലാളി? എപ്പോ വന്നു? ആകലേക്ക് ഇന്ന് വാടക കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കണവരാരും വാടക അതൊന്നും തരുന്നില്ല. എനിക്കറിയണ്ട. എത്ര മാസത്തെ വാടക അറിയണ്ടെന്ന് അറിയാമോ? അറിയാവേ, 1 കൊല്ലത്തെ. സത്യമാണല്ലോ. സത്യമാണ്. എന്നാൽ ലാഡ്ജ് പൊട്ടി താക്കോലിക്കാണ് മതി നടത്തിയത്. മുതലാളി, നാളെ രൂപ ഞാൻ അങ്ങാട്ടെത്തിക്കാം. വേണ്ട, ലോഡ്ജ് എടുത്തതെന്ന് പറഞ്ഞ് എത്ര പേരാ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നതെന്ന് അറിയാമോ? വാടകയും കൂടുതൽ കിട്ടും. തനിക്കേ വിഴുപ്പലക്കേ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയാണ് കേട്ടാ. നമുക്ക് ടെറസിലോട്ടിരിക്കാം. എന്നെ അങ്ങനെ അങ്ങ് ഇരുത്തണ്ട. ഇരുത്തോടത്തോളം മതി. ഞാൻ വാടക കൊണ്ടേ പോകൂ. ഒരു ചെറുതുണ്ട്. ഏ? മുതലാളി വരുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചതാണ്. തനിക്ക് നിർബന്ധമാണെങ്കിൽ കഴിക്കാം. പക്ഷേ ലാഡ്ജ് പൊട്ടി താക്കോലിങ്ങി തരണം. മുതലാളി ഇത് കഴിക്കുമ്പോഴേക്ക് ഞാൻ ഇതെല്ലാം പൂട്ടി താക്കോല് കയ്യിൽ തരാം. നമുക്ക് ടെറസിലേക്ക് പോകാം. ഓ കാല ഇവിടെ തന്നെ. പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, വേറെ ഓട്ടോ ഉള്ളതാ. ഡാളിയാ നീ വന്നേ. ദാ ഒരു കേസ്. എവിടെ? ദാ നോക്ക്. വകുപ്പാണെന്നാ തോന്നുന്നു. ആണോ? കണ്ടാൽ അറിഞ്ഞൂടെ? ആ വലിയ പൊട്ടും മുറുക്കാനും പാണ്ടി ലൈനാ. ഒന്ന് മുട്ടി നോക്കിയാലോ? വാ. ഇവിടെ ആരും ഇല്ലേ? ഈ ലോഡ്ജിന്റെ ആളിവിടെ ഉണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? ഉണ്ടല്ലോ. ആരാ? ഇവരിവിടുത്തെ ഒരു മാനേജരാ. ഞാനതൊക്കെ നോക്കിയിടുന്ന ആള്. ആ, നിങ്ങളെ അന്വേഷിച്ച് തന്നെയാ ഞാൻ വന്നിരിക്കുന്നേ. അത് മനസ്സിലായി. മുകളിലത്തെ 4-ാം നമ്പർ മുറി തുറന്നിട്ടിരിക്കുക. സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയിക്കോ. മുകളിലോട്ട് പോണ്ട ആവശ്യം എന്താ? ഇവിടെ വെച്ച് എന്തോന്ന്? അല്ല, മേളാണ് റൂം. ഇപ്പൊ എത്ര റൂമിൽ ആളുണ്ട്? അയ്യോ, ഞങ്ങളുടെ മുറിയിൽ മാത്രമേ ആളുള്ളൂ, ബാക്കി മുഴുവൻ ഒഴിഞ്ഞെടുക്കും. ഏ, എല്ലാ മുറിയും പോയിട്ട് താക്കോലിങ് എടുക്ക. മനസ്സിലായില്ല. ഹാ, മനസ്സിലാക്കി തരാം. വാടക തരാതെ ലോഡ്ജ് എടുത്താൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കാശ് ചോദിക്കാൻ വന്ന അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി വിടുക. ഇനി അത് നടപ്പില്ല. വാടക തരാൻ വയ്യെങ്കിലേ ഇങ്ങോട്ട് ഇറങ്ങിയട്ടെ. അയ്യോ, ഞങ്ങളല്ല ലാഡ്ജ് നടത്തുന്നത്. പിന്നാരാ? ചാക്കുണ്ണി. പിന്നെ നിങ്ങളാ നടത്തുന്നെന്ന് പറഞ്ഞതാ. അത് പിന്നെ ആരെങ്കിലും കസ്റ്റമേഴ്സ് വരുമ്പോ ഇവിടെ ആരും ഇല്ലെന്ന് പറയുന്ന മോശമല്ലേ നിർത്തി ഞങ്ങൾ അറ്റൻഡ് ചെയ്താ. ഞങ്ങള് വെറും താമസക്കാരാ. അപ്പൊ നടത്തുന്ന ചീക്കുണ്ണി എവിടെ? ചീക്കുണ്ണി അല്ല, ചാക്കുണ്ണി. ഏത് ഉണ്ണിയായാലും കൊള്ളാം, അയാൾ എവിടെ പോയി? തുണി എടുക്കാൻ വേണ്ടി പോയിരിക്കുക. ദാ, ഇവനാണ് അങ്ങനെ ആത്മാ. ചെറുക്ക, മോളി പോയി മുറിയെല്ലാം പോയിട്ട് താക്കോലിങ് കൊണ്ടുവാ. ചായ, വേണ്ട. ദ്വാശ, ഉം, ഉം. വായിൽ മുറുക്കാൻ കിടക്കുന്നല്ലേ. കൊണ്ടുപോയി റൂമിൽ വേടേ. മുതലാളിയുടെ മോളാണല്ലേ? എന്താ സംശയമുണ്ടോ? ഒരു സംശയമില്ല. ലാഡ്ജിന്റെ പേരാണല്ലേ ഇട്ടിരിക്കുന്നത്. ഉം, ഉം. എന്റെ പേരാ ലോഡ്ജിന് ഇട്ടിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയല്ലേ? എല്ലാം പൂട്ടിയോടാ. ആ പൂട്ടി. ആ പോയിക്കോ. അപ്പൊ അയ്യോ, കൊള്ളാമല്ലോടെ. തമിഴ് സിനിമയിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ഉണ്ടല്ലേ. നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ റൂമിൽ കേറിയാനല്ലേ. കേറിയനെ. ഇവിടെയല്ല, പോലീസ് സ്റ്റേഷന്റെ മുറിയില്. ഇന്ന ചാക്കുണ്ണിയുടെ കത്തിക്കല് തീർന്ന മട്ട വരുന്നുണ്ടോ? ദാ വന്നല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സാധനം ഇവിടുന്ന് അങ്ങോട്ട് പോണ കണ്ടല്ല. നിങ്ങൾ വല്ലത് ഒപ്പിച്ചാ? ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ വലുത് ഒത്തേനെ. ഏത് കേസ് കെട്ടാണ്? നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒന്നും അല്ലല്ല. മുതലാളിയുടെ മോളാണ്. ആണോ? അല്ല, പെണ്ണ്. മുറിയെല്ലാം പൂട്ടി താക്കോലുമായിട്ടാണ് പോയിരിക്കണം. എന്റെ ഈശോയെ, താക്കോലുമായിട്ടാണോ പോയത്? ചെല്ലേ. ഇത് എത്രാമത്തെ പ്രാവശ്യമാടാ നീ ആ കത്ത് വായിക്കുന്നു? അമ്മയുടെ കത്ത. ലളിതയ്ക്കൊരു കല്യാണാലോചന. അറിയാം, ഞാൻ കത്ത് വായിച്ചതല്ലേ. എല്ലാ അമ്മമാരുടെ ആഗ്രഹം പെമ്മക്കളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്നതാ.
മാസാമാസം ചെലവിനുള്ള രൂപ അയക്കാൻ തന്നെ ഞാൻ പെടുന്ന പാട്. എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. സ്വന്തം വയറിന്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. നീ പറഞ്ഞതാ ശരി. അനാഥനായിരിക്കുന്ന സുഖം ആരോട് ഉത്തരം പറയണ്ടല്ലോ. എത്ര കഷ്ടപ്പെട്ട അമ്മ എന്നെ കോളേജിൽ അയച്ചത്. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ സത്യത്തിൽ എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നു. കോളേജ് പൊളിറ്റിക്സും കത്തിക്കുത്തും ചെയ്തവന്മാരും ജയിച്ചവന്മാരൊക്കെ പല വഴിക്ക് രക്ഷപ്പെട്ടു. ഒന്നിനുമില്ലായിരുന്ന എന്നെ പോലത്തെ രണ്ടുപേരെ കോളേജിൽ നിന്ന് ഡീവാർ ചെയ്യുകയും ചെയ്തു. പോരാത്തിന് ക്രിമിനൽ കേസ്. നിർത്തടാ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്ര തവണ റീവൈൻഡ് ചെയ്ത വാചകങ്ങളായത്. നീ കിടന്നുറങ്ങാൻ നോക്ക്. ബാ. ആ ഞാനൊന്ന് ബഹറിൽ എത്തട്ടടാ. പിന്നെ പണത്തിന്റെ പെരുന്നാളല്ലേ. നിന്റെ അനിയത്തിയുടെ കല്യാണം നമുക്ക് പൊടി പൊടിക്കാടാ. വിവാഹ ജീവിതത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് വിവാഹ സാരി. വിവാഹ സാരികൾക്ക് മഹത്തായ പേരാണ് ആർ.എൻ.പി ടെക്സ്റ്റൈൽസ് ആറ്റിങ്ങൽ. 75 വർഷത്തെ പാരമ്പര്യവുമായി ആർ.എൻ.പി ടെക്സ്റ്റൈൽസ് ആറ്റിങ്ങൽ. ചാക്കുണ്ണി, എടോ ചാക്കുണ്ണി. ദൈവന്നേ ഓണം എന്ന ചിത്രത്തിന് വേണ്ടി ജാനകി പാടിയ ഗാനത്തെ തുടർന്ന് യേശുദാസും പാടിയത്. എന്താടോ ഞാനിവിടെ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതെന്താണ് പണ്ടാരെ ഇങ്ങനെ ചോദിക്കണത്? താനെ കുറ്റിച്ചൂല കൊണ്ട് എന്നെ തല്ലാൻ വരിക? കേക്കണുണ്ട്. ഞാൻ ആ ക്ലോസറ്റ് ഒന്ന് കഴുകായിരുന്നു. അയ്യോ, പാന്റും കോട്ടും ഇട്ടുകൊണ്ട് ആരെങ്കിലും ക്ലോസറ്റ് കഴിവടോ? അല്ല പിന്നെ മേത്ത് കയറിക്കൂല്ലേ. ഇതാവുമ്പോ നാട്ടുകാരുടെ പാന്റ് ഷർട്ട് വേണല്ലോ, പിന്നെ തിരുമ്മി കൊടുത്താ മതിയല്ല. മാറ്റി പിടിക്കടോ. ആ 4 നമ്പർ മുറി താമസിക്കുന്ന ആരാ? ആര് താമസിക്കണ്? ഏയ്, ആ അത് അവരല്ലേ നമ്മുടെ സേതു റായി. ആ, അവര് 4 മാസത്തെ വാടക തരാനുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ. അതെന്താണ് അങ്ങനെ കാണുന്നത്? അപ്പൊ തരാനുണ്ടാവും. അവര് പണ്ടേയുള്ള പാർട്ടീസ് ആണല്ലോ. അതുകൊണ്ട് വാടക തരണ്ടെന്നാണോ? ഏത് പാർട്ടി ആണേലും ശരി, 1 മാസത്തിൽ കൂടുതൽ വാടക പെൻഡിങ്ങിൽ വെക്കാൻ പറ്റത്തില്ല. അത് പറ്റില്ല. അത് നമുക്കെങ്ങനെ പോലെ വാടക തരണം. അവർക്ക് പൈസ തരാൻ പറ്റില്ലെങ്കിൽ അവരോട് വേഗം സ്ഥലം കാലിയാക്കാൻ പറ. കോളാമ്പി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മളിവിടെ നിന്ന് ഇറക്കി വിടുവോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുറിയിലേക്ക് അവര് പോട്ടെ. അതെങ്ങനെ? 11 മണിക്ക് കോടതിയിലെത്തണ്ടേ? വരുന്നിടത്ത് വെച്ച് കാണാം. കണ്ട അലവലാതിക്കൊക്കെ മുറി കൊടുത്ത് താനേ സ്ഥാപനത്തിന്റെ പേര് നശിപ്പിച്ചു. ഫാമിലിയായിട്ട് ഇവിടെ ആരെങ്കിലും വന്ന് റൂം എടുക്കോടോ? ഇതെന്താണ് പറയണത്? മെനിഞ്ഞാന്നൊരു ഫാമിലി ആണല്ലോ വന്ന് 2 മണിക്കൂറത്തേക്ക് മുറി എടുത്തത്. ഫാമിലി അല്ലല്ല. പിന്നെ നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ വലിയ മിടുക്കന്മാരാണെന്ന് എനിക്ക് അന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. താങ്ക് യു. വാടകയൊന്നും കൊടുക്കാതെ ഇവിടെ അങ്ങ് കൂടാവുന്നായിരിക്കും വിചാരം അല്ലേ? പെൻഡിങ്ങിലുള്ള വാടക തന്നിട്ട് ഇനി ഇവിടെ താമസിച്ചാൽ മതി. അയ്യോ മാഡം, മനഃപൂർവ്വമല്ല. ഞാൻ കുറച്ച് ക്യാഷ് വരാനുണ്ടല്ലേ. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തേക്കാം അല്ലേ? അതെ അതെ. അല്ല, എന്താ നിങ്ങളുടെ പണി? ഞങ്ങൾ ഓൾ ഇന്ത്യ ബേസിൽ ബിസിനസ് ഉള്ള സേതു ആൻഡ് റോയ് വെഹിക്കിൾ ഡീലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ? അതെ. ഓഹോ, ബ്രോക്കർമാരാണല്ലേ? നോ മാഡം, ഓൺലി കാർ ബ്രോക്കേഴ്സ് അറ്റ് ഓൾ. മാഡം, വി ആർ ടോട്ടലി അപ്സെറ്റ്. 2 മസ്ഡ, 3 ബെൻസ്, 4 ടൊയോട്ട, ഇതെല്ലാം ബോംബെ മദ്രാസ് പാർട്ടിക്ക് ബിസിനസ് ചെയ്തിരിക്കുക അല്ലേ? 1 മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ എമൗണ്ട് എല്ലാം പിരിഞ്ഞു വരികയുള്ളൂ അല്ലേ? അതെ. ബ്രോക്കർ ചാർജ് നോ ആയിരിക്കും. നോ 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 ഓൺലി സെയിൽസ് മാർജിൻ അറ്റ് ഓൾ അല്ലേ? അതെ. എന്ത് മാർജിൻ ആയാലും കൊള്ളാം. ഒരാഴ്ചയ്ക്കും പൈസ തന്നില്ലെങ്കിൽ അന്ന് ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം, മനസ്സിലായോ? ഓക്കെ, പറഞ്ഞു കേട്ടില്ലേ? നോട്ട് ചെയ്തേക്ക്. ഓക്കെ, കൊളവാക്കരുത്. ഒരൊറ്റ വീക്ക് നകം റെന്റ് കൊടുക്കണം. ഹലോ, മേനോ സാറോ? ഇത് എവിടുന്നാ? ഡൽഹിയിൽ നിന്ന് എപ്പോ എത്തി? ഇന്നലത്തെ ഈവനിങ് ഫ്ലൈറ്റിൽ. എന്നിട്ട് ഇന്നലെ ക്ലബ്ബിൽ കണ്ടില്ലല്ലോ. ഇത്ര ബിസി ആയിരുന്നു. പിന്നെ ഞാൻ തന്നെ വിളിച്ചത് എന്തായിടോ ഫ്രാൻസിസിന്റെ കാര്യം? അയക്ക് പണം തരാൻ ഉദ്ദേശമൊന്നുമില്ലേ? അതെ സാർ, അയാൾ ഉദ്ദേശിച്ചതുപോലെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റിയില്ല. ബാങ്കിൽ എന്തോ പ്രോബ്ലംസ് ഉള്ളത് കാരണോ? അതൊന്നും എനിക്കറിയണ്ട. ഇനി അവധി പറയാനാ ഭാവമെങ്കില് ഫാക്ടറി മറ്റാരെങ്കിലും കൊടുക്കും. എല്ലാം നമുക്ക് ശരിയാക്കാം മേനോ സാറേ. ഞാൻ ഫ്രാൻസിസിനോട് ഒന്നുകൂടി സംസാരിക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കാണാം. നമുക്ക് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാം. എന്താ പോരെ? ഗുഡ് മോർണിംഗ്. എന്താന്നറിയാ, കക്ഷികളൊക്കെ വന്നിട്ടുണ്ടോ? എത്തിയിട്ടുണ്ട്. ഇന്ന് ഏതാ ആദ്യത്തെ കേസ്? നമ്മുടെ ചാക്കോ മുതലാളിയുടേതാ, അതിർത്തി തർക്കം. സാക്ഷികളൊക്കെ വന്നോ? ഇല്ല, ഇപ്പൊ എത്തും. എന്തോന്നാടോ ഇത്? ഇനി എപ്പോ എത്തിയിട്ട് കേസ് പിടിപ്പിക്കാനാ? ഇപ്പൊ പഴയ പോലെ കള്ളസാക്ഷി പറയാനൊന്നും ആളെ കിട്ടത്തില്ല. എല്ലാരും രാഷ്ട്രീയത്തിലും ഗൾഫിലും അല്ലേ. ഇത് പിന്നെ നമ്മൾ സ്ഥിരം സാക്ഷികളാ. ടാക്സി വെയിറ്റ് ചെയ്യണേ. ഗുഡ് മോർണിംഗ് സാർ. സോറി, അല്പം ലേറ്റ് ആയി പോയി. ചന്ദ്രശേഖരൻ വക്കീലിന്റെ കേസ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. ആറ്റിങ്ങില് പുള്ളിക്കാരൻ വിളിച്ച പോകാതിരിക്കാൻ പറ്റും. അതിന്റെ റിഹേഴ്സൽ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ. എന്താടോ ഇത്, റിഹേഴ്സൽ ചെയ്യാൻ നാടകോ? ജീവിതം തന്നെ ഒരു നാടകമല്ലേ സാർ? മതി മതി വാചകം. എടോ നേരെ എന്തോ കോളേജ് ചെല്ലും പറയേണ്ടതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. വേഗം എത്തിയേക്കണം. ഓക്കെ സാർ.
ചേട്ടാ ഈ കേസിന്റെ ആളാരാ? എന്താ വല്ല ടാക്സി വിടണമായിരുന്നു. ആറ്റിങ്ങന്ന് പിടിച്ചാ അല്ലേ? ഡാ പുളു അടിക്കാതെ. ഇത് നിങ്ങളെ ലോഡ്ജിന് മുമ്പിൽ കിടക്കുന്ന വണ്ടിയല്ലേ? എനിക്കറിയാം. അങ്ങനെയാണെങ്കി ഇപ്പൊ നിങ്ങൾക്ക് എന്താ തേഞ്ഞു വന്ന കേസൊന്നും അല്ലല്ലോ. പാതി തനിക്കും തന്നേക്കാം. എന്നാ ശരി. ആ. ഇതിലൊന്ന് വിശാലമായിട്ട് കോടതി ചെന്ന് ഇറങ്ങാമല്ലോ. ഞങ്ങള് നിങ്ങൾ കോടതിയിലേക്ക് വയ്ക്കോ. വയ്ക്കോ. അപ്പൊ ചേട്ടാ കേസ് എന്താന്ന് വെച്ചാ പറ. ഇന്ന് വേറെ 2 കേസുള്ളതാ. നമ്മുടെ ചാക്കോ മുതലാളിയില്ലേ? ഏത് ചാക്കോ മുതലാളി? നമ്മുടെ കൊപ്ര കച്ചവടക്കാരൻ ചാക്കോ മുതലാളി. എന്ത് പറ്റി? അങ്ങേർക്കൊന്നും പറ്റിയില്ല. അങ്ങേരുടെ തെക്കേ പറമ്പിന്റെ വടക്കേ മൂലയിലെ സർവേ കല്ലിന്റെ അങ്ങേ വശത്തുള്ള ശങ്കരൻ നമ്പൂരി ഒരു 5 സെന്റ് സ്ഥലം ചാക്കോ മുതലാളി ഒതുക്കിയെടുത്തിന്റെ പേര് നിർത്തുന്നുണ്ട് രാമായണ മഹാഭാരതം. ഇപ്പൊ ടി വി തന്നെ കഴിഞ്ഞിരിക്കുക. ഞാൻ വകുപ്പ് എന്താന്ന് വെച്ചാ പറ. അത് അതിർത്തി തർക്കമാകുമ്പോ IPC 441, 42, 45, 34, 37 ഇതിൽ ഏതാന്ന് വെച്ചാ പറ. അത് പിന്നെ അതിർത്തി തർക്കമാകുമ്പം IPC 441 അത് ഈസിയാ, ഞങ്ങൾ ഏറ്റു. പിന്നെ കൂട്ടി കയറുന്നതിന് മുമ്പ് കാശ് പോക്കറ്റ് വരണം, അല്ലെ കേസ് പറയും. ചാക്കോ മുതലാളി മിനിമം 3 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും. ഏറ്റടോ. ഏറ്റെങ്കിൽ സമയം കളയാതെ വണ്ടി കയറി. കേറിക്കോ.